ദൈവനാമത്തിന് മഹത്വം. ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും എൻ്റെ സ്നേഹവന്ദനം. വെളിപ്പാട് പുസ്തകത്തിൻ്റെ 6-ാം ഭാഗമായ മഹദിയാം ബാബിലോൺ എന്ന വിഷയം നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ 17-ാം അധ്യായം പൂർത്തിയാക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു. ഇന്ന് നമുക്ക് 18-ാം അധ്യായത്തിലേക്ക് കടക്കാം. പ്രാർത്ഥനയോടെ ആയിരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. 1-ാം വാക്യം: അനന്തരം ഞാൻ വലിയ അധികാരമുള്ള മറ്റൊരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടു. അവൻ്റെ തേജസ്സിനാൽ ഭൂമി പ്രകാശിപ്പിച്ചു. അനന്തരം മൃഗത്തിന്മേൽ ഇരിക്കുന്ന മഹദിയാം ബാബിലോൺ എന്ന മഹാവേശ്യയുടെ ദർശനവും അവളെക്കുറിച്ചും അവളെ ചുമക്കുന്ന മൃഗത്തെക്കുറിച്ചും ദൂതൻ നൽകിയ വിവരണങ്ങൾക്കും ശേഷം വലിയ അധികാരമുള്ള മറ്റൊരു ദൂതൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങുന്നത് അപ്പസ്തോലൻ കണ്ടു. ഭൂമിയെ പ്രകാശിപ്പിക്കത്തക്ക വിധം വലിയ തേജസ്സുള്ളവനായിരുന്നു അവൻ. 2-ാം വാക്യം: അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞത്, വീണുപോയി, മഹദിയാം ബാബിലോൺ വീണുപോയി. ദുർഭൂതങ്ങളുടെ പാർപ്പിടവും സകല അശുദ്ധാത്മാക്കളുടെയും തടവും അശുദ്ധിയും അറപ്പുമുള്ള സകല പക്ഷികളുടെയും തടവുമായി തീർന്നു. മഹദിയാം ബാബിലോണിൻ്റെ വീഴ്ചയെക്കുറിച്ച് അത് സംഭവിച്ചു കഴിഞ്ഞു എന്ന രീതിയിൽ ഈ ദൂതൻ വിളിച്ചു പറയുകയാണ് ഇവിടെ. വീണുപോയി, മഹദിയാം ബാബിലോൺ വീണുപോയി. എന്നാൽ 21-ാം വാക്യത്തിൽ അപ്പസ്തോലനുണ്ടായ മറ്റൊരു ദർശനത്തിൽ ബാബിലോണെ നശിപ്പിക്കുമെന്ന് പാതികാല രൂപത്തിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാം. വെളിപ്പാട് 18-21. പിന്നെ ശക്തിയായൊരു ദൂതൻ തിരികല്ലോളും വലുതായൊരു കല്ലെടുത്ത് സമുദ്രത്തിൽ എറിഞ്ഞ് പറഞ്ഞത്, ഇങ്ങനെ ബാബിലോൺ മഹാനഗരത്തെ ഹേമത്തോടെ എറിഞ്ഞു കളയും, ഇനി അതിനെ കാണുകയുമില്ല. 14-ാം അധ്യായത്തിൽ ഇതുപോലെ തന്നെ ഒരു ദൂതൻ അത് സംഭവിക്കുന്നതിന് മുമ്പ് സംഭവിച്ചു കഴിഞ്ഞതായി വിളിച്ചു പറയുന്ന ഒരു ദർശനം നാം കണ്ടു. വെളിപ്പാട് 14-8 രണ്ടാമത് വേറൊരു ദൂതൻ പിൻചെന്ന് വീണുപോയി, തൻ്റെ ദുർനടപ്പിൻ്റെ ക്രോധമദ്യം സകല ജാതികളെയും കുടിപ്പിച്ച മഹദിയാം ബാബിലോൺ വീണുപോയി എന്ന് പറഞ്ഞു. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് മഹദിയാം ബാബിലോണിൻ്റെ ന്യായവിധി ഉറപ്പായും നടക്കുമെന്നും അത് വളരെ അടുത്തായിരിക്കുന്നുവെന്നുമാണ്. ഈ ദുഷ്ടലോകത്തിന് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നും ഇവിടെ പറഞ്ഞിരിക്കുന്നു. ദുർഭൂതങ്ങളുടെ പാർപ്പിടവും സകല അശുദ്ധാത്മാക്കളുടെയും തടവും അശുദ്ധിയും അർപ്പമുള്ള സകല പശുക്കളുടെയും തടവുമായി തീർന്നു. ഇങ്ങനെയുള്ള അനേക പരാമർശങ്ങൾ ബാബിലോണെക്കുറിച്ച് തിരുവചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാം. യെശയ്യാ 13-19-20, യെരമ്യാ 50-39-40, ഇങ്ങനെ പല വാക്യങ്ങൾ. ഒരു വാക്യം മാത്രം ഞാൻ വായിക്കാം. യെശയ്യാ 13-19-20 വാക്യങ്ങൾ: രാജ്യങ്ങളുടെ മഹത്വവും കൽദയരുടെ പ്രശംസാലങ്കാരവുമായ ബാബേൽ ദൈവം സോദോമിനെയും ഗൊമോരയെയും മറിച്ചു കളഞ്ഞതുപോലെ ആയിത്തീരും. അതിൽ ഒരു നാളും കുടിപാർപ്പുണ്ടാകുകയില്ല. തലമുറയോളം അതിലാരും വസിക്കുകയുമില്ല. അറബിക്കാരൻ അവിടെ കൂടാരം അടിക്കയില്ല. ഇടയന്മാർ അവിടെ ആടുകളെ കിടത്തുകയുമില്ല. യെശയ്യാ 24:1 പറയും പോലെ, യഹോവ ഭൂമിയെ നിർജ്ജനവും ശൂന്യവുമാക്കി കീഴ്മേൽ മറിക്കുകയും അതിലെ നിവാസികളെ ചിതറിക്കുകയും ചെയ്യും. അത് സംഭവിക്കാനായിരിക്കുന്നുവെന്ന് ദൂതൻ വിളിച്ചു പറയുകയാണ് ഇവിടെ. 3-ാം വാക്യം: അവളുടെ വേശ്യാവൃത്തിയുടെ ക്രോധമദ്യം സകല ജാതികളും കുടിച്ചു. ഭൂമിയിലെ രാജാക്കന്മാർ അവളോട് വേശ്യാസംഗം ചെയ്യുകയും ഭൂമിയിലെ വ്യാപാരികൾ അവരുടെ പൊളപ്പിൻ്റെ ആധിക്യത്താൽ സമ്പന്നരാകുകയും ചെയ്തു. ലോകത്തിൻ്റെ എല്ലാവിധ മോഹങ്ങളാലും വശീകരിക്കപ്പെട്ട് സകല ജാതികളും സുഖഭോഗങ്ങളിൽ മുഴുകി പൊളച്ച് മതിച്ച് ജീവിച്ചു. അവരുടെ വേശ്യാവൃത്തിയുടെ ക്രോധമദ്യം കുടിച്ചു. ഭൂമിയിലെ സകല രാഷ്ട്രത്തലവന്മാരും സുഖലോലുപരായി ലോകത്തെ ആസ്വദിക്കാവുന്നത്രയും ആസ്വദിച്ചു, അല്ലെങ്കിൽ അവളോട് വേശ്യാസംഗം ചെയ്തു. ഭൂമിയിലെ വ്യാപാരികൾ ഭൂമിയിലെ സകല വസ്തുക്കളും ക്രയവിക്രയം ചെയ്ത് സമ്പന്നരായി.
ദൈവത്തിൻ്റെ ന്യായവിധിയിൽ നിന്നും ആരും ഒഴിഞ്ഞു പോവുകയില്ല. ഇനി 4-ാം വാക്യം മുതൽ 20-ാം വാക്യം വരെ സ്വർഗത്തിൽ നിന്ന് വേറൊരു ശബ്ദം പറയുന്നതായിട്ടാണ് അപ്പസ്തോലൻ കേൾക്കുന്നത്. 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ ദൈവജനത്തിനുള്ള പ്രബോധനവും മഹദിയാം ബാബിലോൺ എന്ന എതിർ ക്രിസ്തീയ ലോകത്തിന് ദൈവം വരുത്തുന്ന ബാധകളുമാണ്. 4-ാം വാക്യം, വേറൊരു ശബ്ദം സ്വർഗത്തിൽ നിന്ന് പറയുന്നതായി ഞാൻ കേട്ടത്, എൻ്റെ ജനമായുള്ളവരെ, അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെയും അവളുടെ മാതുകളിൽ ഓഹരിക്കാരാകാതെയും ഇരിപ്പാൻ അവളെ വിട്ടുപോരുവിൻ. എൻ്റെ ജനമായുള്ളവരെ, ഭൂമിയിൽ വസിക്കുന്ന ദൈവജനത്തെയാണ് ഇവിടെ സംബോധന ചെയ്തിരിക്കുന്നത് എന്ന് സംശയലേശമെന്നെ നമുക്ക് പറയാം. ഇത് നമ്മുടെ കർത്താവിൻ്റെ ശബ്ദമാണെന്നുള്ളതിന് സംശയമില്ല. അവരുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെയും അവരുടെ മാതുകളിൽ ഓഹരിക്കാരാകാതെയും ഇരിപ്പാൻ അവളെ വിട്ടുപോരുവിൻ. പാപഭങ്കരമായ ഈ ദുഷ്ടലോകത്തിൽ നിന്നും വേർവിട്ടിരിപ്പാൻ ദൈവസഭയെ കർത്താവ് ആഹ്വാനം ചെയ്യുകയാണ്. അവളുടെ പാപങ്ങളിൽ നിങ്ങൾ കൂട്ടാളികളായാൽ ദൈവം അവൾക്ക് നൽകുന്ന ശിക്ഷാവിധിയിൽ നിങ്ങൾ ഓഹരിക്കാരാകുമെന്ന് മുന്നറിയിപ്പ് നൽകുകയാണ്. പഴയ നിയമകാലത്ത് ബാബേലിൽ നിന്ന് വിട്ടുപോരുവാൻ ഇസ്രായേൽ ജനത്തെ ദൈവം ആഹ്വാനം ചെയ്യുന്നതായി വചനത്തിൽ പലയിടത്തും നമുക്ക് കാണാം. യെശയ്യാ 48:20, 52:11, യെരമ്യാവ് 50:8, സക്രിയ 2:7, ഇങ്ങനെ അനേക വചനങ്ങൾ. ചില വചനങ്ങൾ ഞാൻ വായിക്കാം. ബാബേലിൽ നിന്ന് പുറപ്പെട്ടു പോരുവിൻ, ഉല്ലാസഘോഷത്തോടെ കൽദയരെ വിട്ട് ഓടിപ്പോകുവിൻ. ഇത് പ്രസ്താവിച്ച് കേൾപ്പിപ്പിൻ, ഭൂമിയുടെ അറ്റത്തോടും ഇത് പ്രസിദ്ധമാക്കുവിൻ. യഹോവ തൻ്റെ ദാസനായ യാക്കോബിനെ വീണ്ടെടുത്തിരിക്കുന്നു എന്ന് പറയുവിൻ. യെശയ്യാ 48:20 ഞാൻ വായിച്ചത്. ഇനിയും യെശയ്യായുടെ പുസ്തകം തന്നെ 52:11 വാക്യം കൂടെ ഞാൻ വായിക്കാം. വിട്ടുപോരുവിൻ, വിട്ടുപോരുവിൻ, അവിടെ നിന്ന് പുറപ്പെട്ടു പോരുവിൻ. അശുദ്ധമായതൊന്നും തുടരരുതേ, അതിൻ്റെ നടുവിൽ നിന്ന് പുറപ്പെട്ടു പോരുവിൻ. യഹോവയുടെ ഉപകരണങ്ങളെ ചുമക്കുന്നവരെ, നിങ്ങളെ തന്നെ നിർമ്മലീകരിപ്പിൻ. ഈ വാക്യം ഉദ്ധരിച്ചുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ അവിശ്വാസികളുടെ നടുവിൽ നിന്നും വേർവിട്ടിരിപ്പാൻ പുതിയ നിയമസഭയെ പ്രബോധിപ്പിക്കുന്നത് 2 കൊരിന്ത്യർ 6:17-18 വാക്യങ്ങളിൽ നമുക്ക് കാണാം. 2 കൊരിന്ത്യർ 6:17-18 വാക്യങ്ങൾ. അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്നും പുറപ്പെട്ട് വേർപെട്ടിരിപ്പിൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും തുടരുതേ, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കുമെന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. അവിശ്വാസികളുടെ സമൂഹമായ എതിർ ക്രിസ്തീയ ലോകത്തിൻ്റെ പ്രതീകമാണല്ലോ വെളിപ്പാട് പുസ്തകത്തിലെ മഹദിയാം ബാബിലോൺ. അവളുടെ പാപത്തിൽ പങ്കുകാരാകാതെ അവളെ ഒഴിഞ്ഞിരിക്കാൻ കർത്താവ് തൻ്റെ മക്കളെ ബുദ്ധി ഉപദേശിക്കുന്നു. 5-ാം വാക്യം, അവരുടെ പാപം ആകാശത്തോളം കുന്നിച്ചിരിക്കുന്നു, അവരുടെ അകൃത്യം ദൈവം ഓർത്തിട്ടുമുണ്ട്. ലോകത്തിൻ്റെ പാപം അതിൻ്റെ പാരമ്യത്തിൽ എത്തിയിരിക്കുന്നു. ദൈവം ലോകത്തോട് പ്രതികാരം ചെയ്യുവാൻ അടുത്തിരിക്കുന്നു. മനുഷ്യരുടെ അകൃത്യം അതിൻ്റെ പാരമ്യത്തിൽ എത്തുമ്പോഴാണ് ദൈവം പ്രതികാരം ചെയ്യുന്നത്. അതിക്രമത്താൽ നിറഞ്ഞ ആദ്യ ഭൂമിയെ ദൈവം ജലപ്രളയത്താൽ നശിപ്പിച്ചു. ഇപ്പോഴത്തെ ഭൂമിയെ ദൈവം അഗ്നിപ്രളയത്താൽ നശിപ്പിക്കുമെന്ന് പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നു. 2 പത്രോസ് 3:6-7 വാക്യങ്ങൾ. അതിനാൽ അന്നുള്ള ലോകം ജലപ്രളയത്താൽ മുങ്ങി നശിച്ചുവെന്നും ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചും ന്യായവിധിയും ഭക്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിക്കാനുള്ള ദിവസത്തേക്ക് കാത്തുമിരിക്കുന്നുവെന്നും അവർ മനസ്സോടെ മറന്നു കളയുന്നു. 6-ാം വാക്യം, അവൾ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങൾ അവൾക്ക് പകരം ചെയ്യുവിൻ. അവളുടെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം അവൾക്ക് ഇരട്ടിച്ചു കൊടുപ്പിൻ. അവൾ കലക്കി തന്ന പാനപാത്രത്തിൽ അവൾക്ക് ഇരട്ടി കലക്കി കൊടുപ്പിൻ. അവൾ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങൾ അവൾക്ക് പകരം ചെയ്യുവിൻ. ദൈവമക്കൾ തങ്ങളുടെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുവാൻ ആഹ്വാനം ചെയ്യുന്ന പുതിയ നിയമത്തിലെ ഒരേ ഒരു ഭാഗമാണ് വെളിപ്പാട് പുസ്തകത്തിലെ ഈ 2-3 വാക്യങ്ങൾ. ദൈവജനത്തെ ഉപയോഗിച്ച് ബാബേലിനെ ദൈവം ന്യായം വിധിക്കുമെന്ന് അല്ലെങ്കിൽ തകർത്ത് കളയുമെന്ന് പറഞ്ഞിരിക്കുന്നത് യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നും ഞാൻ വായിക്കാം. യെരമ്യാവ്
51:20-24 വരെ. നീ എൻ്റെ വൻമഴുവും യുദ്ധത്തിനുള്ള ആയുധങ്ങളുമാകുന്നു. ഞാൻ നിന്നെക്കൊണ്ട് ജാതികളെ തകർക്കുകയും നിന്നെക്കൊണ്ട് രാജ്യങ്ങളെ നശിപ്പിക്കുകയും ചെയ്യും. നിന്നെക്കൊണ്ട് ഞാൻ കുതിരയെയും അതിൻ്റെ പുറത്ത് കയറിയിരിക്കുന്നവനെയും തകർക്കും. നിന്നെക്കൊണ്ട് ഞാൻ രഥത്തെയും അതിലിരിക്കുന്നവനെയും തകർക്കും. നിന്നെക്കൊണ്ട് ഞാൻ പുരുഷനെയും സ്ത്രീയെയും തകർക്കും. നിന്നെക്കൊണ്ട് ഞാൻ വൃദ്ധനെയും ബാലനെയും തകർക്കും. നിന്നെക്കൊണ്ട് ഞാൻ യുവാവിനെയും യുവതിയെയും തകർക്കും. നിന്നെക്കൊണ്ട് ഞാൻ ഇടിയനെയും ആട്ടിൻകൂട്ടത്തെയും തകർക്കും. നിന്നെക്കൊണ്ട് ഞാൻ കൃഷിക്കാരനെയും അവൻ്റെ ഏർക്കാളുകളെയും തകർക്കും. നിന്നെക്കൊണ്ട് ഞാൻ ദേശാധിപതികളെയും സ്ഥാനാപതികളെയും തകർക്കും. നിങ്ങൾ കാൺകെ, ഞാൻ ബാബേലിന് സകല കൽദയ നിവാസികൾക്കും അവർ സിയോന് ചെയ്തിരിക്കുന്ന സകല ദോഷത്തിന് തക്കവണ്ണം പകരം വീട്ടുമെന്ന് യഹോവയുടെ അരുളപ്പാട്. മഹാവേശിയായ ഈ ദുഷ്ടലോകം ദൈവജനത്തിന് കഷ്ടവും ദുഃഖവും മരണവും നൽകിയതിന് പകരമായി ദൈവം അവർക്ക് അവരുടെ പ്രവൃത്തിക്ക് ഇരട്ടിയായി പകരം ചെയ്യുമെന്ന് മനസ്സിലാക്കാം. 7-ാം വാക്യം. അവൾ തന്നെത്താൻ മഹത്വപ്പെടുത്തി പൊളച്ചെടുത്തോളും അവൾക്ക് പീഡയും ദുഃഖവും കൊടുപ്പിൻ. രാജ്ഞിയായിട്ട് ഞാൻ ഇരിക്കുന്നു, ഞാൻ വിധവയല്ല, ദുഃഖം കാണുകയുമില്ല എന്ന് അവൾ ഹൃദയം കൊണ്ട് പറയുന്നു. തനിക്കൊരിക്കലും നാശമില്ല എന്നും രാജ്ഞിയായിട്ട് താൻ എന്നും വാഴുമെന്നും വൈദമ്യം തനിക്ക് ഭവിക്കുകയില്ല എന്നും ദുഃഖം കാണുകയില്ല എന്നുമുള്ള അവരുടെ അഹങ്കാരത്തെ ദൈവം തകർത്ത് കളയും. 8-ാം വാക്യം. അത് നിമിത്തം മരണം, ദുഃഖം, ക്ഷാമം എന്നിങ്ങനെ അവളുടെ ബാധകൾ ഒരു ദിവസത്തിൽ തന്നെ വരൂ. അവളെ തീയിലിട്ട് ചുട്ടുകളയും. അവളെ ന്യായം വിധിച്ച ദൈവമായ കർത്താവ് ശക്തനല്ലോ. മരണം, ദുഃഖം, ക്ഷാമം ഇങ്ങനെ എല്ലാവിധ ബാധകളും ഒറ്റ ദിവസം കൊണ്ട് അവളുടെ മേൽ ദൈവം വരുത്തും. ഒടുവിൽ അവളെ തീയിലിട്ട് ചുട്ടുകളയും. പത്രോസ് വാക്കുകളിൽ ദൈവം അവളെ തീക്കായി സൃഷ്ടിച്ചിരിക്കുകയാണിപ്പോൾ. 2 പത്രോസ് 3:7 ഞാൻ ഒരിക്കൽ കൂടി വായിക്കാം. ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചും ന്യായവിധിയും ഭക്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിക്കാനുള്ള ദിവസത്തേക്ക് കാത്തുമിരിക്കുന്നു എന്നും അവർ മനസ്സോടെ മറന്നു കളയുന്നു. 9-10 വാക്യങ്ങൾ. അവളോടുകൂടെ വേശ്യാസംഗം ചെയ്ത് ഉളച്ചിരിക്കുന്ന പൂരാജാക്കന്മാർ അവളുടെ പീഡനിമിത്തം ഭയപ്പെട്ട് ദൂരത്ത് നിന്നുകൊണ്ട് അവളുടെ ദഹനത്തിൻ്റെ പുക കാണുമ്പോൾ അവളെ ചൊല്ലി കരയും. അവളെ ചൊല്ലി കരഞ്ഞും മാറിത്തടിച്ചും കൊണ്ട്, അയ്യോ അയ്യോ മഹാനഗരമായ ബാബിലോനെ, ബലമേറിയ പട്ടണമേ, 1 മണിക്കൂർ കൊണ്ട് നിന്റെ ന്യായവിധി വന്നല്ലോ എന്ന് പറയും. മഹാനഗരത്തിൻ്റെ അല്ലെങ്കിൽ ഈ ദുഷ്ടലോകത്തിൻ്റെ മ്ലേച്ഛതകളിൽ മുളച്ച് മതിച്ച് ആഡംബരത്തിലും സുഖലോലുപതിയിലും ഒഴുകിക്കഴിഞ്ഞ ഭൂരാജാക്കന്മാരുടെ വിലാപമാണ് ഈ വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. പാതികാല രൂപത്തിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് ഓർക്കുക. ഭൂരാജാക്കന്മാർ അവളുടെ പീഡനിമിത്തം ഭയപ്പെട്ട് ദൂരത്ത് നിന്നുകൊണ്ട് അവളുടെ ദഹനത്തിൻ്റെ പുക കാണുമ്പോൾ അവളെ ചൊല്ലി കരഞ്ഞും മാറിത്തടിച്ചും കൊണ്ട്, അയ്യോ അയ്യോ മഹാനഗരമായ ബാബിലോണേ, ബലമേറിയ പട്ടണമേ, 1 മണിക്കൂർ കൊണ്ട് നിന്റെ ന്യായവിധി വന്നല്ലോ എന്ന് പറയും. ഇവളുടെ ന്യായവിധി കഴിഞ്ഞിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. 1 മണിക്കൂർ കൊണ്ട് നിന്റെ ന്യായവിധി വന്നല്ലോ എന്ന് പറയും. ഈ വാക്കുകൾ ശ്രദ്ധിക്കുക. 11 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. ഭൂമിയിലെ വ്യാപാരികൾ പൊന്ന്, വെള്ളി, രത്നം, മുത്ത്, നേരിയ തുണി, ധൂമ്രവസ്ത്രം, പട്ട്, കടിഞ്ചുവപ്പ്, ചന്ദനത്തരങ്ങൾ, ആനക്കൊമ്പോണ്ടുള്ള സകലവിധ സാമാനങ്ങൾ, വിലയേറിയ മരവും പിച്ചളയും ഇരുമ്പും മർമർക്കല്ലും കൊണ്ടുള്ള ഓരോ സാമാനം, ലവംഗം, ഏലം, ധൂപവർഗം, മൂറ്, കുന്തിരിക്കം, വീഞ്ഞ്, എണ്ണ, നേരിയ മാവ്, ഗോതമ്പ്, കന്നുകാലി, ആട്, കുതിര, രഥം, മനുഷ്യദേഹം, മനുഷ്യപ്രാണൻ എന്നീ ചരക്കിനി ആരും വാങ്ങായികയാൽ അവളെ ചൊല്ലി കരഞ്ഞ് ദുഃഖിക്കുന്നു. നീ കൊതിച്ച കായികനിയും നിന്നെ വിട്ടുപോയി, സാധും ശോഭയുമുള്ളതെല്ലാം നിനക്കില്ലാതെയായി. നീ ഇനി അവയെ ഒരിക്കലും കാണുകയില്ല. ഈ വക കൊണ്ട് വ്യാപാരം ചെയ്ത് അവളാൽ സമ്പന്നരായവർ അവൾക്കുള്ള പീഡ ഭയപ്പെട്ട് ദൂരത്തു നിന്ന്, അയ്യോ അയ്യോ മഹാനഗരമേ, നേരിയ തുണിയും ധൂമ്രവണ്ണവും കടും ചുവപ്പും ധരിച്ച് പൊന്നും രത്നവും മുത്തുമണിഞ്ഞവളെ,
ഇത്ര വലിയ സമ്പത്ത് 1 മണിക്കൂർ കൊണ്ട് നശിച്ചു പോയല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞു ദുഃഖിക്കും. ഭൂമിയിലെ വ്യാപാരികളുടെ വിലാപമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇവിടെയും ഭാവികാല രൂപത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അവർ വ്യാപാരം ചെയ്ത് സമ്പത്തുണ്ടാക്കിയ വസ്തുക്കളുടെ വലിയ ഒരു ലിസ്റ്റും പറഞ്ഞിരിക്കുന്നു. ഒന്നാമതായി പറയുന്നത് ആഭരണങ്ങൾ ഉണ്ടാക്കുവാൻ ഉപയോഗിക്കുന്ന പൊന്ന്, വെള്ളി, രത്നങ്ങൾ, മുത്ത് മുതലായ വസ്തുക്കളാണ്. അടുത്തത് വിലയേറിയ വസ്തുക്കളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന നേരിയ തുണി, ധൂമ്രവസ്ത്രം, പട്ട്, കടുംചുവപ്പ് എന്നിവയാണ്. ഇനി ആഡംബര ഗൃഹോപകരണങ്ങളും മറ്റും നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന ചന്ദനം, ആനക്കൊമ്പ്, വിലയേറിയ മരം, പിച്ചള, ഇരുമ്പ്, മർമറിക്കല്ല് എന്നീ വസ്തുക്കളാണ്. സുഗന്ധവർഗ്ഗങ്ങളായ ലവംഗം, ധൂപവർഗ്ഗങ്ങൾ, മൂറ്, കുന്തിരിക്കം എന്നിവ, ശ്രേഷ്ഠമായ ഭക്ഷണപദാർത്ഥങ്ങളായ വീഞ്ഞ്, എണ്ണ, നേരിമാവ്, ഗോതമ്പ് എന്നിവ, അവസാനമായി ജീവനുള്ളതും ചരിക്കുന്നതുമായ വ്യാപാര ചരക്കുകളായ കന്നുകാലികൾ, ആട്, കുതിര, രഥം, മാനുഷ്യദേഹം, മാനുഷ്യപ്രാണൻ എന്നിവ പറഞ്ഞിരിക്കുന്നു. ഈ ചരക്കുകളൊന്നും ഇനി ആരും വാങ്ങായികയാൽ അവളെ ചൊല്ലി കരഞ്ഞു ദുഃഖിക്കുകയാണ് വ്യാപാരികൾ. മാത്രമല്ല പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, സ്വാദും ശോഭയുമുള്ള മറ്റു പദാർത്ഥങ്ങൾ എല്ലാം അവളെ വിട്ടുപോയി. ഇനി ഒരിക്കലും അവർ അവയെ കാണുകയില്ല. 17 മുതൽ 19 വരെ വാക്യങ്ങൾ. ഏതു മാലുമിയും ഓരോ ദിക്കിലേക്ക് കപ്പലേറി പോകുന്ന ഏവനും കപ്പൽക്കാരും കടലിൽ തൊഴിൽ ചെയ്യുന്നവരൊക്കെയും ദൂരത്ത് നിന്ന് അവരുടെ ദഹനത്തിൻ്റെ പുക കണ്ട് മഹാനഗരത്തോട് തുല്യമായ നഗരമേത് എന്ന് നിലവിളിച്ചു പറഞ്ഞു. അവർ തലയിൽ പൂഴി വാരിയിട്ടുകൊണ്ട്, അയ്യോ അയ്യോ, കടലിൽ കപ്പലുള്ളവർക്കെല്ലാം തൻ്റെ ഐശ്വര്യത്താൽ സമ്പത്ത് വർദ്ധിപ്പിച്ച മഹാനഗരം 1 മണിക്കൂർ കൊണ്ട് നശിച്ചു പോയല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞും ദുഃഖിച്ചും കൊണ്ട് നിലവിളിച്ചു. സമുദ്രവുമായി ബന്ധപ്പെട്ടവരുടെ വിലാപമാണ് ഈ വാക്യങ്ങളിൽ നാം കാണുന്നത്. ഇവരിൽ 4 വിഭാഗങ്ങളെ പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നു. ഒന്നാമത്തേത് മാലുമി അല്ലെങ്കിൽ കപ്പിത്താൻ, രണ്ടാമത്തേത് കപ്പൽ യാത്രക്കാർ, മൂന്നാമത്തേത് കപ്പൽക്കാർ, നാലാമത്തേത് കടലിൽ തൊഴിൽ ചെയ്യുന്നവർ, അതായത് മത്സ്യബന്ധനം നടത്തുന്നവർ, മുത്ത്, പവിഴം എന്നിവ ശേഖരിക്കുന്നവർ, ഇങ്ങനെ കടലുമായി ബന്ധപ്പെട്ട എല്ലാവിധ ജോലിയും ചെയ്യുന്നവർ. ഇവർ എല്ലാവരും ദൂരത്ത് നിന്ന് അവരുടെ ദഹനത്തിൻ്റെ പുക കണ്ട് അവളെ ചൊല്ലി നിലവിളിക്കുകയാണ്. എല്ലാം കൈവിടപ്പെട്ടതിൻ്റെ നിരാശയോടെ തലയിൽ പൂഴി വാരിയിട്ടുകൊണ്ട് താങ്ങാനാവാത്ത നിരാശയും നഷ്ടബോധവും കാരണം ദുഃഖിച്ചു കരഞ്ഞ് നിലവിളിക്കുകയാണ്. അയ്യോ അയ്യോ, കടലിൽ കപ്പലുള്ളവർക്കെല്ലാം തൻ്റെ ഐശ്വര്യത്താൽ സമ്പത്ത് വർദ്ധിപ്പിച്ച മഹാനഗരം 1 മണിക്കൂർ കൊണ്ട് നശിച്ചു പോയല്ലോ എന്ന്. 20-ാം വാക്യം. സ്വർഗമേ, വിശുദ്ധന്മാരും അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമായുള്ളവരെ, ദൈവം അവളോട് നിങ്ങൾക്ക് വേണ്ടി പ്രതികാരം നടത്തിയതുകൊണ്ട് അവളെ ചൊല്ലി ആനന്ദിപ്പിൻ. മഹാവേശിയായ ഇതർ ക്രിസ്തീയ ലോകം അപ്പസ്തോലന്മാരുടെയും വിശുദ്ധന്മാരുടെയും രക്തം കുടിച്ചവളാണ്. അവരെ പീഡിപ്പിച്ച് കഷ്ടപ്പെടുത്തി ദുഃഖവും കണ്ണീരും നൽകി ജീവിക്കാൻ അനുവദിക്കാതെ കൊലപ്പെടുത്തിയെങ്കിലും ദൈവം അവർക്ക് വേണ്ടി പ്രതികാരം ചെയ്തതുകൊണ്ട് അവളെ ചൊല്ലി സന്തോഷിക്കുവാൻ ദൈവജനത്തെ ആഹ്വാനം ചെയ്യുകയാണ് ഇവിടെ. 21-ാം വാക്യം. പിന്നെ ശക്തനായ ഒരു ദൂതൻ തിരികല്ലോളം വലുതായൊരു കല്ലെടുത്ത് സമുദ്രത്തിൽ എറിഞ്ഞു പറഞ്ഞത്, ഇങ്ങനെ ബാബിലോൺ മഹാനഗരത്തെ ഹേമത്തോടെ എറിഞ്ഞു കളയും, ഇനി അതിനെ കാണുകയുമില്ല. അപ്പോൾ മറ്റൊരു ദർശനം കാണുകയാണ്. ശക്തനായ ഒരു ദൂതൻ തിരികല്ലോളം വലിപ്പമുള്ള ഒരു കല്ലെടുത്ത് സമുദ്രത്തിലേക്ക് എറിഞ്ഞു കളയുന്നു. കൂടെ ഇങ്ങനെ പറയുന്നതും അപ്പോസ്തലൻ കേട്ടു, ബാബിലോൺ മഹാനഗരത്തെ ഇങ്ങനെ ഹേമത്തോടെ എറിഞ്ഞു കളയും, ഇനി അതിനെ കാണുകയുമില്ല. ഇതിന് സമാന്തരമായി മറ്റൊരു പ്രതീകാത്മക ചിത്രം യെരമ്യാവ് 51-ന്റെ 63-64 വാക്യങ്ങൾ നമുക്ക് കാണാം. യെരമ്യാവ് 51-ന്റെ 63-64 വാക്യങ്ങൾ. പിന്നെ ഈ പുസ്തകം വായിച്ച ശേഷം നീ അതിന് ഒരു കല്ല് കെട്ടി ഫ്രാത്തിന്റെ നടുവിലേക്ക് എറിഞ്ഞ് ഇങ്ങനെ ബാബേൽ ആണ്ടുപോകും, ഞാനതിന് വരുത്തുന്ന അനർത്ഥത്തിൽ നിന്നും അത് പൊങ്ങി വരികയില്ല, അവർ ക്ഷയിച്ചു പോകും എന്ന് പറയണം. ഇപ്രകാരം ഈ ദുഷ്ടലോകത്തെ ഇനി ഒരിക്കലും തിരിച്ചു വരുവാൻ കഴിയാത്ത വിധം ദൈവം നശിപ്പിക്കും.
ഇനി ഒരിക്കലും അതിനെ കാണുകയില്ല. ലോകത്തിൽ നിന്നും ഒന്നൊന്നായി അപ്രത്യക്ഷമാകുന്നതിൻ്റെ ചെറിയൊരു വിവരണമാണ് അടുത്ത 2 വാക്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. 22-ാം വാക്യം: വൈണികന്മാർ, വാദ്യക്കാർ, കുഴലൂത്തുകാർ, കാഹളക്കാർ എന്നിവരുടെ സ്വരം ഇനി നിന്നിൽ കേൾക്കയില്ല. യാതൊരു കൗശലപ്പണിയും ചെയ്യുന്ന ഒരു ശില്പിയും നിന്നിൽ ഇനി കാണുകയില്ല. തിരികല്ലിൻ്റെ ഒച്ച ഇനി നിന്നിൽ കേൾക്കയില്ല. വൈണികന്മാർ, വാദ്യക്കാർ, കുഴലൂത്തുകാർ, കാഹളക്കാർ എന്നിവരുടെ സ്വരം നിന്നിൽ ഇനി കേൾക്കയില്ല. സംഗീതം ലോകത്തിൽ ഇല്ലാതെയാകും. ആനന്ദവും സന്തോഷവും ലോകത്തെ എന്നേക്കുമായി വിട്ടുപോകും. കഷ്ടവും ദുഃഖവും കഠിനമായ മനോഗതിയും നിരാശയും ലോകത്തെ തളം കിട്ടും. കൗശലപ്പണികൾ എല്ലാം നിന്നുപോകും. നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും ഉണ്ടാകില്ല. തിരികല്ലിൻ്റെ ഒച്ച നിലയ്ക്കും. മനുഷ്യൻ്റെ ഭക്ഷണകാര്യങ്ങൾ എല്ലാം താറുമാറാകും. 23-ാം വാക്യം: വിളക്കിൻ്റെ വെളിച്ചം ഇനി നിന്നിൽ പ്രകാശിക്കയില്ല. മണവാളിൻ്റെയും മണവാട്ടിയുടെയും സ്വരം ഇനി നിന്നിൽ കേൾക്കയില്ല. നിന്റെ വ്യാപാരികൾ ഭൂമിയിലെ മഹത്വങ്ങളായിരുന്നു. നിന്റെ ശുദ്ധരത്താൽ സകല ജാതികളും വശീകരിക്കപ്പെട്ടിരുന്നു. വിളക്കിൻ്റെ വെളിച്ചം പ്രകാശിക്കില്ല. അതായത് പ്രകാശ സ്രോതസ്സുകളെല്ലാം താറുമാറാകും. മണവാളിൻ്റെയും മണവാട്ടിയുടെയും സ്വരം ഇനി കേൾക്കയില്ല. കുടുംബ ബന്ധങ്ങളെല്ലാം താറുമാറാകും. ഭൂമിയിലെ വ്യാപാരികൾ വലിയ മഹത്വങ്ങളായിരുന്നു. അവർ തിരിച്ച ചക്രത്തിന്മേലാണ് ലോകം ഇതുവരെ ഓടിയത്. മഹാവേശിയായ ദുഷ്ടലോകം സകല ജാതികളെയും വശീകരിച്ച് വഞ്ചിച്ചു കളഞ്ഞു. ദൈവം അവളോട് പ്രതികാരം ചെയ്യുക തന്നെ ചെയ്യും. 24-ാം വാക്യം: പ്രവാചകന്മാരുടെയും വിശുദ്ധന്മാരുടെയും ഭൂമിയിൽ വെച്ച് കൊന്നുകളഞ്ഞ എല്ലാവരുടെയും രക്തം അവളിലല്ലോ കണ്ടത്. പ്രവാചകന്മാരുടെയും വിശുദ്ധന്മാരുടെയും രക്തം മാത്രമല്ല അവൾ ചിഹ്നിച്ചത്. യുദ്ധങ്ങൾ, വർഗീയ കലാപങ്ങൾ, രാഷ്ട്രീയ കൊലപാതകങ്ങൾ, അങ്ങനെ ഭൂമിയിൽ ചൊരിയപ്പെടുന്ന എല്ലാവരുടെയും രക്തത്തിന് ദൈവം അവളോട് പ്രതികാരം ചെയ്യും. ഇതോടെ വെളിപ്പാട് പുസ്തകത്തിൻ്റെ 18-ാം അധ്യായം ഇവിടെ പൂർത്തിയാകുന്നു. എന്നെ ശ്രമിച്ച എല്ലാവർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.